നമസ്കാരം. കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് ഇഡി തട്ടിത്തെറിപ്പിച്ച ജാമ്യം തിരിച്ചുപിടിക്കാൻ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ശ്രമം സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടു. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചന സ്വപ്നത്തിന് തിരിച്ചടിയായ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പരമോന്നത കോടതി വിസമ്മതിച്ചതാണ് കാരണം. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഈ തിരിച്ചടി. കെജ്രിവാളിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. കേസ് ഇനി ജൂൺ 26 പരിഗണിക്കും എന്നാണ് അറിയിച്ചത്. വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനായി കാത്തിരിക്കണമെന്ന് ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, SVN ഭാട്ടി എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ച് അറിയിച്ചു. ഹൈക്കോടതി നാളെ പൂർണ്ണ വിധി പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹർജി ബുധനാഴ്ച പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിയത്. ഹൈക്കോടതി വിധി പറയുന്ന വേളയിൽ ഇടപെടുന്നത് ശരിയല്ലെന്നായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട്. ഇതോടെ നാളത്തെ ഹൈക്കോടതി വിധിക്കായി കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് കെജ്രിവാളിനും കൂട്ടർക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നാളെ ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുമെന്ന് അറിയിച്ചതോടെയാണ് സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ കെജ്രിവാൾ ജയിലിൽ തുടരേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. വാദത്തിനിടെയായിരുന്നു ഇക്കാര്യം അവർ മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കിയാൽ അദ്ദേഹം തിരികെ ജയിലിലേക്ക് തന്നെ പോവുമെന്നും കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇടക്കാല ജാമ്യം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. കൂടാതെ കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയത് അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളി അല്ലെന്നും നാടുവിടാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നുമുള്ളത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നും സിംഗ്വി കോടതിയിൽ അറിയിച്ചു. നേരത്തെ മാർച്ച് 21 ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ശേഷം പലപ്പോഴായി കസ്റ്റഡി കാലാവധി നീട്ടുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നീട് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ജയിലിലേക്ക് മടങ്ങുകയായിരുന്നു. അനാരോഗ്യവും തടവ് കാലയളവിൽ വന്ന തൂക്കക്കുറവും ചികിത്സ തേടണമെന്ന ഡോക്ടറുടെ നിർദ്ദേശവും ചൂണ്ടിക്കാട്ടി ജാമ്യം നീട്ടി നൽകണമെന്ന ആവശ്യം നേരത്തെ സുപ്രീം കോടതി തള്ളിയതോടെയാണ് ജാമ്യ കാലാവധി പിന്നിട്ട കെജ്രിവാൾ ജൂൺ 2 തിഹാർ ജയിലിൽ കീഴടങ്ങിയത്. ഡൽഹി മദ്യനയ കേസിൽ ഇതോടെ ഹൈക്കോടതി വിധി നിർണായകമാവുകയാണ്. വിധി എതിരായാൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന മാർഗം സ്വീകരിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങാൻ സുപ്രീം കോടതി വിധി സഹായിച്ച പോലെ വീണ്ടും അത്തരമൊരു വിധിയിൽ പ്രതീക്ഷയർപ്പിക്കാമെന്ന് മാത്രം.